അപ്പോൾ നമുക്ക് ഇതിന്റെ 7ാം ക്ലാസ്സിന്റെ പാഠത്തിന്റെ ബാക്കി നമുക്ക് നോക്കാം. അതായത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതത്തിന് തുടക്കം കുറിച്ച് നമുക്കറിയാം. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മുതൽ ഏത് വരെയാണ്? അതായത് ഇപ്പോഴത്തെ, മുമ്പത്തെ ആണെങ്കിൽ മുംബൈ, ഇപ്പോഴത്തെ ആണെങ്കിൽ ബോംബെ, ഇപ്പോഴത്തെ ആണെങ്കിൽ മുംബൈ മുതൽ താനെ വരെയാണ്. ഏതാ വർഷം? 1853 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861 ഓക്കെ. എന്താണ് മെട്രോ റെയിൽ? അത് വൻ നഗരങ്ങളിലെ യാത്രാ ക്ലേശം പരിഹരിക്കുന്നതും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയാണ് ഇന്ത്യയിലെ പ്രധാന മെട്രോ റെയിൽ. കേരളത്തിലെ പ്രധാനപ്പെട്ട മെട്രോ റെയിലാണ് ഈ ശ്രീധരമേനോൻ ഉദ്ഘാടനം ചെയ്ത, ഈ ശ്രീധരമേനോൻ പണിയെടുത്ത ഇതാക്കി ചെങ്ങൈന്റെ മേൽനോട്ടിൽ വഹിച്ചു. ഇതാണ് ഏത്? കൊച്ചിയിലാണുള്ളത്. ഇനി ജലഗതാഗതം നമുക്കറിയാം, മുമ്പൊക്കെ തോണിയിലായിരുന്നു. ഇനി ഈ ഒരു ഇത് നോക്കാം. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയപാത 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നവരെ ചരക്കു നയത്തിന് പ്രധാനമായി ഈ ജലപാതകളാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകളിൽ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. എന്താണ് കനോലി കനാലാണ്? അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HE കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗം കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ച് കനാൽ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്ന് പറയപ്പെടുന്നത്. എന്താണ് പാർവതി പുത്തനാർ? തിരുവനന്തപുരം ജില്ലയിലെ വേളി, കടിഞ്ഞുംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ എന്ന് പറയുന്നത്. ഇനി എന്താണ് വ്യോമഗതാഗതം? അതിലേക്ക് നമുക്ക് നോക്കാം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്കീസ് മോഡ് ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനെ തൂക്കിയിരിക്കുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തുകയായിരുന്നു. ജാക്കീസിന്റെ ഭാര്യ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നു വരുന്നത് അദ്ദേഹത്തിന് അതിശയമുളവാക്കി. ആ കാഴ്ച ജാക്കീസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീട് ദിവസം അദ്ദേഹം വിശ്രമം ഉണ്ടായിരുന്നില്ല. അതായത് തന്റെ സഹോദരനായ ജോസഫ് മോഡ് ഗോൾഫിയറുമായി ചേർന്ന് ജാക്കീസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായി നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ആ ബലൂണിനെ കീഴ്ഭാഗത്ത് വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്കീസും ജോസഫും ആ ബലൂൺ വാഹനത്തിലെ പാരീസ് മുഖരിലൂടെ അരമണിക്കൂർ പറന്നു. ആ കുറിപ്പം വായിച്ചു. എന്താണ്? 1783 ഒരു സംഭവമാണ് പിന്നീട് ആകാശയാത്രയ്ക്ക് തുടക്കം ഇട്ടത്. ചുടുവായി നിറച്ച ബലൂണുകളാണ് മനുഷ്യൻ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചത്. അതിനുശേഷം സാന്ദ്രമായ വാതകങ്ങൾ വലിയ ബലൂണുകൾ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. പിന്നെ എന്തായോ വേഗത കുറച്ച് താഴെത്താൻ സാധിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. ഇവയൊന്നും മനുഷ്യർക്ക് പോവാൻ പറ്റുകയില്ല എന്നെ, സഞ്ചരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അതിനുശേഷം ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരനായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും എന്ന സഹോദരനുമാണ്. ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേരാണ് ഫ്ലയർ 1 എന്നായിരുന്നു. അമേരിക്കൻ നോർത്ത് കരോളിൽ നിന്ന് 1903 ഡിസംബർ 10 ഫ്ലയർ പറന്നു വരുന്നത്. കാലക്രമേണ ഹെലികോപ്റ്റർ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനം എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞു. ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതം എന്ന് നോക്കാം. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചു കൊണ്ടുള്ള വിമാനം പറന്നു എന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്ക് തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടുന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ മാറിയത്. ഇനി എന്താണ് ആശയവിനിമയം എന്നാണ്.
അത് ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരാളേക്ക് കൈമാറുക എന്ന ആശയവിനിമയം എന്ന് പറയുന്നത് അത് പ്രാചീന കാലത്ത് മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തമായ ആശയവിനിമയങ്ങളാണ് രൂപീകരിച്ചത്. അത് സംഭാഷണത്തിലൂടെയാം, എഴുത്തിലൂടെ, ഫോണിലൂടെ എങ്ങനെയൊക്കെ ആശയവിനിമയം നടത്താം. പക്ഷെ ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യ ഇല്ലായിരുന്ന കാലത്ത് എങ്ങനെയാണ് ആശയവിദ്യ? ആംഗ്യ ഭാഷയിലൂടെ, അതുപോലെ എന്തെങ്കിലും പ്രത്യേക ശബ്ദങ്ങളൊക്കെയാണ്. അത് ആദിമ മനുഷ്യ മുഖ ചലനങ്ങളുടെ ശബ്ദങ്ങളുടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചത്. പിന്നെ ചിഹ്നങ്ങളുടെയും എന്ത് ചെയ്തു? ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ചിത്രങ്ങളുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. നോക്കാം, എന്താണ് ശില? ഇതെന്നാണ് ആദ്യം നോക്കാം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം. സുമേറിക്കാരനാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. കുണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. ഇവ കളിമൺ ഫലകങ്ങളാണ് എഴുതുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, എഴുതാൻ ഉപയോഗിച്ച ഇതാണ് നോക്കുന്നത്, ശിലയാണ്. ഉപകരണം കൂർത്ത കല്ലാണ്. എഴുതാൻ ഉപയോഗിച്ച പ്രതലം ശിലയിലാണ് ഉപയോഗിച്ചത്, കൂർത്ത കല്ലുകൊണ്ടാണ് ഇതാക്കിയത്. പിന്നെ എന്താണ്? ചെമ്പ് തകിടാണ് എഴുതുപകരണം, ലോഹ എഴുത്താണിയാണ്. ഇതാണ് താളിയോള എഴുത്താണി എന്നത് ഉപയോഗിച്ചാണ് ഇത് ഉപയോഗിച്ചത്. ഇനി ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാൻ കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശം പൊതുജനങ്ങൾക്ക് അറിയിക്കുന്നത് രാജഭരണകാലത്ത് ഉപയോഗിക്കുന്ന ഒരു ആശയവിനിമയ മാർഗങ്ങളൊന്നാണ്. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശം കൈമാറുന്നത് എളുപ്പമായി. നോക്കാം, അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ കുട്ടംബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയവും വാർത്തകളും വേഗത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പൂർണ്ണമായും ഇതെപ്പോഴും ചോദിക്കുന്ന PSC ക്വസ്റ്റ്യനാണ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥമാണ്. ഇതാണ് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. ഓക്കെ, ഇനി പിന്നെയാണ് തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ്. തപാൽ സംവിധാനം വന്നതോടെ ആശയവിനിമയം പെട്ടെന്ന് വേഗത്തിലാക്കി. നമുക്കൊരു കാര്യം ഒരു കത്തിലൂടെ എഴുതി അടുത്തുള്ള മറ്റൊരാൾക്ക് കൊടുക്കും. പിന്നെ ഇന്ന് എന്തോ വന്നു? ഇന്റർനെറ്റ് വന്നതോടെ നമുക്ക് വാട്സപ്പ് വഴി തന്നെ മെസ്സേജ് അയക്കാം, FB, ഇൻസ്റ്റ, അതൊക്കെയാണ് വ്യക്തിഗത ആശയവിനിമയ രീതികൾ. അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശം ആശയവിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. അതായത് എന്തൊക്കെ? കത്ത്, ടെലഗ്രാഫ്, അതുപോലെ ടെലിഫോൺ വഴി, ഇന്റർനെറ്റ് വഴി, ഇമെയിൽ വഴി, മൊബൈൽ ഫോൺ വഴി. വർത്തമാന പത്രങ്ങൾ, റേഡിയോ വന്നു, ടെലിവിഷൻ വന്നു, സെമിനാർ വന്നു, തെരുവ് നാടകം വന്നു. എന്താണ് ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ? അതായത് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റ് സഹായത്തോടെ ലഭിക്കുന്നു. ഇന്റർനെറ്റിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങളാണ് വീഡിയോ കോൺഫറൻസ്. ഇപ്പൊ ഗൾഫിലുള്ള നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വീഡിയോ വഴി കോൾ ചെയ്യാം. ഇ കൊമേഴ്സ് എന്താണ്? ഇ കൊമേഴ്സ് സംബന്ധിച്ച സാധനങ്ങൾ വാങ്ങുന്നതിന് വിൽക്കുന്ന സംവിധാനമാണ് ഫ്ലിപ്കാർട്ട്, നമുക്കറിയാം. ഇമെയിൽ എന്താണ്? ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്താണ് ടെലിമെഡിസിൻ? വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടറുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്.